ஆக உங்களுக்காக தான் நாங்கள் கஷ்டப்பட்டு வீடியோக்களை போடுறோம். ஆனால் நீங்கள் லைக்கும் பண்ண மாட்டேங்கிறீங்க, சப்ஸ்கிரைபும் பண்ண மாட்டேங்கிறீங்க. இதனால் எங்களுக்கு எந்த பயனும் இல்லை. அதனால இந்த வீடியோக்கு லைக், ஷேர், கமெண்ட் எல்லாம் பண்ணிடுங்க. வாங்க வீடியோக்குள்ளே போகலாம். ഹായ് ഹലോ, എൻ്റെ പേര് അമ്മു. ട്രാവൽ ഷൂട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് കൊട്ടാരക്കര പുലമണ്ണുള്ള മീൻപിടിപ്പാറയിലാണ്. കൊട്ടാരക്കരയിലെ തന്നെ ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് മീൻപിടിപ്പാറ. സമയം ഒരുപാടായിട്ടില്ലാത്തതുകൊണ്ട് അധികം ആളൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. പറ്റി കേട്ടറിഞ്ഞാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. എന്താണ് സർ പേര്? എൻ്റെ പേര് ഗോപിനാഥൻ, അച്ചായൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വിളിക്കുന്നത് തന്നെ. ഓരോരുത്തരും ഞാനിവിടെ സ്കൂളിൽ ഇവിടെയാണ് സ്കൂളിലൊക്കെ പഠിച്ചതൊക്കെ കൊട്ടാരക്കരയാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ പേര് അന്ന് ഇത്രയും വികസനങ്ങളൊന്നും ഇവിടെ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ തീർച്ചയായിട്ടും പറയാൻ പറ്റുമല്ലോ. ഞാൻ വളർന്നതും ഇവിടെ ഞങ്ങൾ മീൻ പിടിക്കാൻ വരുന്നതൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എന്താണ് സാറിന് മീൻപിടിപ്പാറയെ പറ്റി പറയാനുള്ളത്? മീൻപിടിപ്പാറ ആദ്യം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ലായിരുന്നു. ഇവിടെ ഈ അടുത്ത സമയത്താണ് ഈ ടൂറിസ്റ്റ് പോലൊക്കെ നമ്മുടെ കേരള സർക്കാരും ഇവിടുത്തെ കോർപ്പറേഷൻ എല്ലാം കൂടെ ചേർന്ന് ചെയ്ത ഒരു സംരംഭമാണിത്. ഇപ്പോൾ ഇവിടെ ശരിയായ രീതിയിൽ ഇഷ്ടംപോലെ ആൾക്കാരും വിസിറ്റേഴ്സും ടൂറിസ്റ്റുകളും ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇത് നല്ലൊരു പ്ലേസാണ്. കുടുംബപരമായിട്ട് വന്ന് എല്ലാവർക്കും നല്ലൊരു എൻജോയ് ചെയ്ത് പോകാൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ മീൻപിടിപ്പാറ ഉണ്ട്, എല്ലാവർക്കും അറിയാം. എങ്കിൽ ഇത്രയും വികസനങ്ങളൊന്നും ഒന്നുമില്ല. ഞങ്ങളിവിടെ മീൻ പിടിക്കാനാണ് വരുന്നത്. ഇവിടെ ഈ കുറുവപ്പരൽ എന്ന് പറയുന്ന എന്താ ഫേമസാണ് മീൻപിടിപ്പാറയെ പറ്റി. അങ്ങനെയാണ് ഇതിന് മീൻപിടിപ്പാറ എന്നുള്ള ആ പേര് കിട്ടാൻ കാരണം തന്നെ. ഞങ്ങളിവിടെ ചൂണ്ടയിടും, കുട്ടികളെല്ലാം കൂടെ ഞങ്ങൾ ഒരുമിച്ചോട് വരും, കളിക്കും, ചിരിക്കും, കുളിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചൊരു സ്ഥലമാണിത്. എത്തുന്നത് കുട്ടികളുമായിട്ടാണെങ്കിൽ അവർക്കും ബോറടിക്കില്ല കേട്ടോ. അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
പണ്ട് ഞങ്ങളെ ഇവിടെ മീൻ പിടിക്കാൻ വരുന്നത്. അന്ന് കുറുവ എന്ന് പറയുന്ന ഏറ്റവും നല്ല സാധനം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയയിലെല്ലാം. കുറുവപ്പരൽ ഫേമസ് ആണ് അത് കേട്ടോ. സൂക്ഷിച്ച് കുഴിയുണ്ട് കേട്ടോ. കുടുംബത്തിനും കുട്ടികൾക്കും ഒപ്പം ചിലവഴിക്കാൻ പറ്റിയ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് കപ്പിൾസാണ് കേട്ടോ. അവർക്ക് നല്ല സൗകര്യപ്രദമായിട്ട് വന്നിരുന്ന് സംസാരിക്കാനും സ്വര പറയാനും വേണ്ട എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഏക്കർ കണക്കിനുള്ള ടൂറിസം പ്ലേസാണ് മീൻപിടിപ്പാറ. അതിനേക്കാൾ മനോഹരമാണ് ചുറ്റുമുള്ള ഈ ഒരു കാടും. ഇതുവരെ നിങ്ങൾ കണ്ടത് കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറയുടെ വിശേഷങ്ങളാണ്. വിശേഷങ്ങൾ പങ്കുവെച്ച് നമുക്കൊപ്പം നിന്ന അച്ചായനും നന്ദി. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ ഇതുപോലൊരു വിശേഷവുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.